സുജയ. എല്ലാവരും സ്കോപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞാലും അവിടെ രണ്ട് മുന്നണികൾക്കിടയിൽ വലിയ പോരാട്ടത്തിലേക്ക് പോവുകയും PV അൻവർ ഒരു വിജയത്തിനപ്പുറം ഒരു സ്പോയിലറായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അസദുദ്ദീൻ ഒവൈസി എന്താണോ ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന റോൾ, ആ ഒരു റോൾ പ്ലേയിലേക്ക് PV അൻവർ നിലമ്പൂരിൽ എത്തുമോ എന്നതാണ് ഈ അവസാനം കുട്ടിക്കലാശത്തിലേക്ക് എത്തുന്ന വേളയിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം VD സതീശൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ വോട്ട് തേടുന്നതിനെ കുറിച്ച് പറയുന്നതോ ഒന്നും ഒരു വിഷയമേ അല്ല. നേരത്തെ ജിമ്മി ജെയിംസ് ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2019 മുതൽ UDFന്റെ ഭാഗമാണ്. പക്ഷേ ആദ്യമായി, അതായത് 2014 ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതാണ് ഇതൊരു മതരാഷ്ട്രവാദികളായ സംഘടനയാണ് എന്ന്. 2014 ഉമ്മൻചാണ്ടി സർക്കാർ സത്യവാങ്മൂലം കൊടുത്ത സംഘടനയ്ക്കാണ് VD സതീശൻ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ, ആ സർട്ടിഫിക്കറ്റിൽ ഇന്നും പ്രതികരണത്തിൽ എടുത്തു ചോദിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന വാചകം വളരെ കൃത്യമാണ്. PK കുഞ്ഞാലിക്കുട്ടി പറയുന്ന വാചകം വളരെ കൃത്യമാണ്. ഇന്ന് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് കൃത്യമായി ഒറ്റ വരിയാണ്: ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാനില്ല. അതായത് സർട്ടിഫിക്കറ്റ് നേരത്തെ ഒപ്പിട്ട് കൊടുത്തയാളുടെ സർട്ടിഫിക്കറ്റ് അത് അയാളുടെ മാത്രം സർട്ടിഫിക്കറ്റ് ആണ്, UDFന്റെയോ കോൺഗ്രസിന്റെയോ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുകയാണ്. രമേശ് ചെന്നിത്തലയെ ഞാൻ കോട്ട് ചെയ്യാൻ കാരണം, UDF 2026 അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള UDFിലെ പ്രധാനപ്പെട്ട ആളുകളായി ഉയർത്തിക്കാട്ടുന്നതിൽ ഒരാൾ VD സതീശൻ ഒപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉയർത്തിക്കാട്ടുന്ന, അല്ലെങ്കിൽ അതിനായി കൂടുതൽ ആക്റ്റീവായി ഇപ്പോൾ ഒരു റോള് കേരള രാഷ്ട്രീയത്തിൽ ഞാനും അതിന് യോഗ്യനാണ്, ലീഗിന്റെ അടക്കം പിന്തുണ എനിക്കാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തല പറയുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാനില്ല എന്ന്. അതുപോലെ തന്നെയാണ് KC വേണുഗോപാലിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യം. എല്ലാവരും 2026 മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ച് കാത്തിരിക്കുന്നവരാണ്. ഈ 3 പേരുടെ പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയും പേർ ഇങ്ങനെ ഈ ഒരു കാര്യത്തിനായി, അതായത് അധികാരത്തിലേക്ക് എത്തുക, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ലീഗിനെ ഇനി അധികാരമില്ലാതെ പ്രതിപക്ഷത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. LDFിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഒരു കാലത്ത് മതേതര പാർട്ടികളാണ്, അല്ലെങ്കിൽ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യമുള്ള പാർട്ടിയാണ് എന്നൊക്കെ പാർട്ടി സെക്രട്ടറി അടക്കം ലീഗിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും LDFുമായി ചേരുന്നതിനപ്പുറം UDF എന്ന സംവിധാനം അധികാരത്തിലേക്ക് എത്തുക, ഉപമുഖ്യമന്ത്രി വരെ ആകാൻ PK കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ലീഗിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്നതൊക്കെ ഒരു നടക്കാത്ത സ്വപ്നമാണെങ്കിലും അതും അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് ഒരു കൃത്യമായ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് എന്നത് തന്നെയാണ് ഇന്ന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDYFന്റെ നേതൃത്വത്തിൽ, അതായത് മുസ്ലിം യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ് നിലമ്പൂരിൽ വലിയ ആഘോഷത്തോടുകൂടി നമ്മളിപ്പോൾ സംസാരിക്കുന്ന വേളയിൽ ഏകദേശം പൂർത്തിയായിരിക്കുന്നത്. അതിലടക്കം അവരെടുക്കുന്ന ഒരു ആക്റ്റീവ് റോൾ, അതായത് PV അൻവറിലേക്ക് ലീഗിന്റെ അണികളിൽ കുറെ പേരുടെ വോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ സിനിമകളടക്കം അതിഷ്ടപ്പെടാത്ത കുറേ ആളുകൾ, അതായത് ഈ പറയുന്ന ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന, അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, അങ്ങനെ PV അൻവറിന് വോട്ട് ചെയ്തിട്ടുള്ള കുറേ ആളുകളുടെ വോട്ട് അത് അതേപടി ഇക്കുറിയും വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മറുഭാഗത്ത് ആര്യാടൻ ഷൗക്കത്താണ്. VV പ്രകാശ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ VV പ്രകാശ് മത്സരിച്ചപ്പോൾ അവിടേക്ക് പോയ വോട്ടുകൾ തിരിച്ച് അൻവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നത് KC വേണുഗോപാൽ ഉയർത്തിവിട്ട ഈ പെൻഷൻ വിവാദം തന്നെയാണ്. അപ്പോഴാണ് ഇന്ന് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുറിപ്പായി അതിനുള്ളിൽ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപനമായി നടത്തുകയല്ല, എന്നാൽ കൃത്യമായ കമ്പാരിസൺ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പോളിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് പെൻഷൻ വിതരണം. പക്ഷേ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് 1600 രൂപ വീതം ജൂൺ 20 കൊടുക്കുന്നത്, ഞങ്ങൾ കൊടുക്കുന്നത് 62 ലക്ഷം പേർക്കാണ്, അതിനായി ഞങ്ങൾക്ക് ചെലവാകുന്നത് ഇത്ര രൂപയാണ് എന്ന് പറയുകയും അതിന്റെ ഒരു താരതമ്യം UDF കാലത്ത് 9011 കോടിയാണ് ആകെ ചെലവായിട്ടുള്ളത് എന്ന ഒരു താരതമ്യവും അവിടെ നടത്തുകയാണ്. അത് ഈ പെൻഷൻ വിഷയം മണ്ഡലത്തിൽ വോട്ടാക്കി മാറ്റുന്നത് ഉറപ്പിച്ചു തന്നെയാണ്. അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള ഒരു ദീർഘമായ ഒരു കുറിപ്പോട് കൂടി ഈ പെൻഷൻ വിതരണത്തെക്കുറിച്ച് ധനവകുപ്പ് പറയുമായിരുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പരമാവധി വോട്ടുകൾ ഏത് വിധേനയും ഉറപ്പിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി ആയാലും ആ രീതിയിൽ തന്നെയാണ്. ഇന്നലെ ഒരു സൂപ്പർ സൺഡേ ഷോ ആയിരുന്നു. ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ PV അൻവറിന്റെ ഷോ ഗംഭീരമായിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ആളുകൾ അതേപടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമോ, അതോ യൂസഫത്താനെ കണ്ട് കൈവീശി കാണിച്ച് പോയതാണോ എന്ന ഒരു ചോദ്യം മറുഭാഗത്ത് UDF ഉയർത്തുന്നുണ്ട്. പക്ഷേ PV അൻവർ പറയുന്നു എല്ലാ പഞ്ചായത്തിൽ നിന്നും ഈ ആളെ ഇറക്കി, അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇറക്കി എന്നൊക്കെയുള്ള അപവാദം നേരത്തെ കേട്ടതുകൊണ്ട് എല്ലാ പഞ്ചായത്തിൽ നിന്നും താൻ ആളെ കൊണ്ടുവന്നതാണ് എന്ന് PV അൻവർ പറയുന്നു. 2 ദിവസം കൊണ്ട് സജ്ജീകരിച്ച ഒരു പ്രചാരണ പരിപാടിയാണെന്ന് പറയുന്നു. അത് നമുക്ക് അറിയേണ്ടത് പോളിംഗ് ബൂത്തിലാണ്. ഒരു 20,000 to 22,000 എങ്കിലും PV അൻവറിന് അവിടെ പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്രം മാറും. ആ അഡ്വാൻറ്റേജ് വരുന്നത് M സ്വരാജിനാണ്. കാരണം കൂടുതൽ വോട്ടുകൾ വരാൻ പോകുന്നത് LDFിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത വോട്ടുകളാണ്. അല്ല എങ്കിൽ ഇപ്പോൾ UDF അവകാശപ്പെടുന്നത് പോലെ അപ് ടു 15,000 ആണ് അവർ ഭൂരിപക്ഷമായി ഇപ്പോൾ കരുതുന്നത്. ഇന്നത്തെ വരെയുള്ള കണക്ക് കൂട്ടൽ UDF ക്യാമ്പിൻ്റേത് അങ്ങനെയാണ്. 15,000 വരെയുള്ള ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന്. വഴിക്കടവിലെ അനന്തുവിന്റെ മരണമൊക്കെ അത് മിസ്ഫയർ ചെയ്തു പോയ ഒരു പ്രചാരണ
ടൂളായി മാറുകയാണ്. അതേക്കുറിച്ച് ഇപ്പോൾ ആരും മിണ്ടുന്നതേയില്ല. പന്നിക്കണിയെക്കുറിച്ചും UDF മിണ്ടുന്നതേയില്ല. പ്രചാരണ വിഷയങ്ങളിലൊന്നും അത് കാര്യമായിട്ടില്ല. ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, പെൻഷൻ, മലപ്പുറം പരാമർശം, ഇത് മൂന്നുമാണ് കത്തിച്ച് നിർത്തുന്നത്. VD സതീശൻ ഇതിനകം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചാലും, അതായത് നെഗറ്റീവ് ആയാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്, വിജയിച്ചാൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് എന്ന്. അപ്പോൾ VD സതീശൻ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ജയിക്കുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് VD സതീശനാണ്. കാരണം അയാൾ എടുത്ത തീരുമാനം ശരിയാണ്, അൻവറിനെ പുറത്ത് നിർത്തിയ തീരുമാനം ശരിയാണ് എന്ന് തെളിയാൻ പോകുന്നു. അതേസമയം തെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എല്ലാം VD സതീശന്റെ മുന്നോട്ടുള്ള ആ മുഖ്യമന്ത്രി കുപ്പായത്തിലേക്കുള്ള ഓട്ടത്തിന് തടയിടുന്നതായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ മൂന്നാം ടേം തേടുന്ന ഇടതുപക്ഷത്തിന് അതും വളരെ ഡിസിസീവായി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ 3 ദിവസം ക്യാമ്പ് ചെയ്ത് ഇങ്ങനെ ഒരു ആന്റി ഇൻകമൻസി അവിടെ ഇല്ല എന്ന് സ്ഥാപിക്കാൻ നോക്കുന്നത്. ഞാൻ ഇവിടെ ഇത്രയും ദിവസം കണ്ടതിൽ നിന്ന് മുഖ്യമന്ത്രി ഈ വിഷയം മാറ്റിവിടാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. ഒരു പോൾ മാനേജറെ പോലെയാണ് കഴിഞ്ഞ 3 ദിവസത്തെ പ്രചാരണത്തിലും പലയിടങ്ങളിലെ പ്രചാരണ യോഗങ്ങളിൽ അൻവറിനെതിരെ പറയുന്നത്, അതുപോലെ തന്നെ UDFനെതിരെ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നത്. കൃത്യമായ ഒരു പോൾ മാനേജ്മെന്റ് മുഖ്യമന്ത്രി അവിടെ ഈ 3 ദിവസവും നടത്തിയിട്ടുണ്ട്. ഇവിടെ KC വേണുഗോപാലിന്റെ ഇന്നത്തെ ഒരു അഭിമുഖം ഞാൻ കാണുകയായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം വന്ന് പറയുന്നത് അന്തസ്സുള്ള വിജയം UDFനുണ്ടാകും, എന്നാൽ ഭൂരിപക്ഷം എത്രയാകും എന്നുള്ള ഒരു പ്രഡിക്ഷനിലേക്ക് പോകുന്നില്ല. കാരണം ടൈറ്റാണ് കോമ്പറ്റീഷൻ എന്നുള്ളത് KC തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ വിരുദ്ധ വികാരം, അതിൽ എത്ര വോട്ടുകൾ കിട്ടും എന്നതാണ് പ്രധാനമായും UDF ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ഈ സർക്കാർ വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ UDFിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വികാരം കൂടി അവർക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിനെ പോലെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല. ആര്യാടൻ മുഹമ്മദ് അവിടെ എങ്ങനെയാണ് കൃത്യമായി പോൾ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്, കൃത്യമായി ഹിന്ദു വിഭാഗത്തിലടക്കം ഇറങ്ങിച്ചെന്ന് വലിയ രീതിയിൽ ഇൻറോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ആര്യാടൻ മുഹമ്മദ് അവിടെ പോൾ മാനേജ്മെന്റ് നടത്തിയത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് 2016 അതിന് സാധിച്ചിട്ടില്ല. 2011 വരെ ആര്യാടൻ മുഹമ്മദ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ 2016 ആര്യാടൻ ഷൗക്കത്ത് ദയനീയമായി പരാജയപ്പെടുകയാണ് ഒരു സ്വതന്ത്രനോട്. അതിനുശേഷം VV പ്രകാശ് വരുമ്പോൾ ജയത്തിലേക്ക് അടുത്തുവെന്ന് തോന്നലുണ്ടാക്കുന്നു. എന്നാൽ കൃത്യമായി വോട്ടുകൾ അൻവർ സ്വയം കുറെ പോക്കറ്റുകളിൽ നിന്ന് കൊണ്ടുവരുന്നു, അങ്ങനെ വിജയിക്കുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണം എന്നൊക്കെ കാന്തപുരം വിഭാഗം ഈ റിസാലയിൽ പറയുന്ന കാര്യങ്ങൾ, അസ്തിത്വം നഷ്ടപ്പെട്ട ഒരു സംഘടനയായി ജമാഅത്തെ ഇസ്ലാമി മാറുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഞാൻ കരുതുന്നത് 4000 വോട്ടെന്നുള്ളതല്ല, ഒരു മതരാഷ്ട്രവാദിയായ സംഘടനയോട് കാണിച്ച അടുപ്പവും ആ സർട്ടിഫിക്കറ്റ് കൊടുക്കലും അത് വലിയ രീതിയിൽ UDFന് തിരിച്ചടിയാകും. കുറെ വോട്ടുകളെങ്കിലും ആ രീതിയിൽ പോകുമെന്നതാണ് ഈ വിഷയത്തിലെ എന്റെ ടേക്ക്. Meet the editors.